അതിമൂല്യവും ധന്യവുമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല കൃപയ്ക്കായി നല്ല അവസരത്തിലായ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളെയും അറിയിക്കുകയാണ്. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത്. 23-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യമാണ് ഇന്ന് പകൽ നിങ്ങളുമായി സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 23-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും പരിചിതമുള്ള ഒരു ഭാഗമാണെങ്കിലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ ചില ആലോചനകളെ നിങ്ങളോട് കൈമാറട്ടെ. ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. 23-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം. എന്റെ ശത്രു കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയും. 5-ാമത്തെ വാക്യത്തിൽ 3 ദൂതുകളാണുള്ളത്. ഒന്ന്, ശത്രു കാണുക ദൈവം എനിക്കൊരു വിരുന്നൊരുക്കുന്നു. 2, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. 3, എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. 1, ഒരു വിരുന്നുണ്ട്. 2, ഒരഭിഷേകമുണ്ട്. 3, ഒരു നിറവുണ്ട്. ഇതാണ് 3 തലം എന്ന് പറയുന്നത്. ഒന്നുകൂടെ ആവർത്തിക്കാം. 1, ഒരു വിരുന്നുണ്ട്. 2, ഒരഭിഷേകമുണ്ട്. 3, ഒരു നിറവുണ്ട്. ഈ 3ഉം കൂടെ ഒന്നിക്കുമ്പോഴാണ് അടുത്ത പദത്തിലെ വാക്യത്തിന്റെ നിവർത്തീകരണം വെളിപ്പെടുന്നത്. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും പിന്തുടരുന്നത്. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ പിന്തുടരുവാൻ ആഗ്രഹമാണ്. പക്ഷെ പിന്തുടരണമെങ്കിൽ 1, ആമേൻ, സ്തോത്രം, എന്താണ് വേണ്ടത്? വിരുന്നൊരുക്കുന്ന ദൈവം. ഹല്ലേലൂയ. 2, ആമേൻ, അഭിഷേകം വെളിപ്പെടണം. 3, ഒരാത്മീക നിറവിലേക്ക് ആമേൻ ഈ നാളുകളിൽ എത്തപ്പെട്ടെങ്കിലേ മതിയാകും. ആദ്യത്തെ പദം, എന്റെ ശത്രു കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചിലരോട്, ആമേൻ, സ്തോത്രം, ഈ വിശുദ്ധ പകൽക്കാലത്ത് ദൈവാത്മാവ് ചിലരോട് ഇടപെടുകയാണ്. ശത്രു കാണുക വിരുന്നൊരുക്കുന്ന ദൈവം. ഹല്ലേലൂയ. ശത്രു കാണുക വിരുന്നൊരുക്കുന്ന ദൈവം. അപ്പൊ നിനക്കൊരു വിരുന്നുണ്ടെന്ന് മാത്രമല്ല, നിന്റെ ശത്രു കാണുക ദൈവം നിനക്കൊരു വിരുന്ന് തരും. ഹല്ലേലൂയ. ദൈവം നിനക്കൊരു വിരുന്ന് തരും. ഈ വിരുന്ന് ശത്രു കാണുകയുള്ള വിരുന്നാണ്. ഇന്നലകളിൽ ആമേൻ പരിഹസിച്ചവർ, ഇന്നലകളിൽ തകർക്കുവാൻ ശ്രമിച്ചവർ, ഇന്നലകളിൽ അപവാദം മുഴക്കിയവർ, ഇന്നലകൾ താളടിയാക്കാൻ നോക്കിയവർ കാണുക നിന്റെ വീടിനകത്ത് ചിലത് വെളിപ്പെടാൻ പോകുക. വിരുന്നെന്ന പദത്തെ ഒന്നും കൂടി ഒന്ന് വിശകലനം ചെയ്താൽ ഇങ്ങനെ പറയാം: നിന്റെ വീടിനകത്ത് ഇന്നലകളിൽ കരയിക്കാൻ നോക്കിയവർ ആമേൻ നിന്റെ വീടിനകത്ത് സന്തോഷം കാണാൻ പോകുക. ഇന്നലകളിലെ അസമാധാനക്കേട് സൃഷ്ടിക്കാൻ നോക്കിയവർ നിന്റെ വീടിനകത്തെ സമാധാനം അനുഭവിക്കാൻ പോകുക. ആമേൻ. ഇന്നലകളിൽ നിന്നോട് പടപൊരുതിയവർ, ആമേൻ, സ്തോത്രം, വരും നാളുകളിൽ നിന്റെ വീടിനകത്തെ ആത്മീക സന്തോഷത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂട്ടിവരുത്താൻ പോകുക. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഒരു വിരുന്നുണ്ട്. അത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വിരുന്നാണ്. ശത്രു കാണുക നിനക്കൊരു വിരുന്നുണ്ട്. യോബേ, സകലതും നഷ്ടപ്പെട്ടാലും ഭാരപ്പെടണ്ട. ശത്രു കാണുക നിനക്ക് ചിലത് ഞാൻ കൈമാറാൻ പോകുക. ആമേൻ. എന്തെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതിലല്ല കാര്യം, നഷ്ടപ്പെട്ടത് 7 മടങ്ങായി മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പം ഇന്നലെകൾ തുള്ളനും വെട്ടിക്കിളിയും തിന്നു ശേഷിപ്പിച്ച സംവത്സരങ്ങൾക്ക് പകരം തരുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തീകരണം വെളിപ്പെടാൻ പോകുക. അപ്പം ഇന്നലകളിൽ ശത്രു ഉപദ്രവിച്ചതിന്, ശത്രു നിന്ദിച്ചതിന്, ആമേൻ, ശത്രു കളിയാക്കിയതിന്, ആമേൻ, ശത്രു അപവാദം പറഞ്ഞതിന്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പകരമായി ദൈവം നിന്റെ വീടിനകത്ത്, ആമേൻ, ശത്രുവിന് അസൂയയുണ്ടാക്കുന്ന വിധത്തിൽ നിന്റെ വീടിനകത്ത് സന്തോഷിപ്പാൻ ദൈവം ഒരു അവസരം നൽകാൻ പോകുക. ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുക. ആമേൻ. ചിലരുടെ വീടുകൾ, ചിലരുടെ ഭവനങ്ങൾ ഒരു വിരുന്നുശാലയാകാൻ പോകുന്നു. ശത്രു കാണുക വിരുന്നൊരുക്കുന്ന ദൈവം. പകയ്ക്കുന്നവൻ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി അടയാളം പ്രവർത്തിക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. നിനക്കൊരു ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ അവരിപ്പോൾ മൗനമായിരിക്കുന്നു എന്ന് പറഞ്ഞ്
നിന്നോട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ നിന്നോട് വിരോധമുണ്ടായിട്ടല്ല, മറിച്ച് അവൻ പ്രതിക്രിയ നടത്തി വിടുവിക്കുന്ന ഒരു നാളുണ്ട്. അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിയോടുമെന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ശത്രു ചിതറിയോടുമാറ് ആമേൻ ഒരു ദൈവപ്രവൃത്തി നിന്റെ വീടിനകത്ത് വെളിപ്പെടുത്താൻ പോകുക. ഇതാ പറയുന്നു, ശത്രു കാണുകേ നിനക്കൊരു വിരുന്നുണ്ട്. അപ്പം വിരുന്ന് തരുന്നൊരു ദൈവം എന്ന് പറഞ്ഞാൽ കണ്ണുനീരല്ല, ആമേൻ ശാപമല്ല, ഇതൊരു സന്തോഷമാണ്, ഇതൊരു അനുഗ്രഹമാണ്, ഇതൊരു നന്മയാണ്. ചിലരുടെ വീടിനകത്ത് നിന്ന് ആമേൻ നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചിടത്ത് വന്ന് കാണുമെന്ന് പറയത്തക്ക നിലവാരത്തിലേക്ക് ദൈവം അവസ്ഥകളെ മാറ്റിയെങ്കിൽ ഇന്ന് പകൽ ചിലരുടെ ഭവനത്തെ നോക്കി ശത്രു വല്ല നന്മയും ലഭിക്കുമോ വരുമോ എന്ന് ചോദിക്കുന്ന ഇടത്ത് നിന്നും അതെ ആമേൻ സ്തോത്രം നന്മകൾ പൊങ്ങി വരുന്നത് പോലെ, കിണറെ പൊങ്ങിവാ എന്ന് പറഞ്ഞതുപോലെ ആമേൻ നന്മകൾ പൊങ്ങി വരുന്നത് പോലെ, ഇന്നലകൾ ശത്രു മണ്ണിട്ട് മൂടിയത് ആമേൻ പ്രാർത്ഥനയാൽ പൊങ്ങി വരുന്നത് പോലെ, ഇന്നലകൾ ശത്രു ആമേൻ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെച്ചത്, മറച്ചു പിടിച്ചത്, തടസ്സങ്ങൾ സൃഷ്ടിച്ചത് ആമേൻ പ്രാർത്ഥനയാൽ, അഭിഷേകത്താൽ, ഉപവാസത്താൽ, ആരാധനയാൽ പൊങ്ങി വരുന്നത് പോലെ ഇന്ന് പകൽ വിശ്വസിക്കുക. നിന്റെ വീടിനകത്ത് പ്രാർത്ഥന ഉയർന്നാൽ, നിന്റെ വീടിനകത്ത് ആരാധനയുടെ ശബ്ദം ഉയർന്നാൽ, നിന്റെ വീടിനകത്ത് അന്യഭാഷ ഉയർന്നാൽ, നിന്റെ വീടിനകത്ത് ആമേൻ ഹല്ലേലൂയ കരം തട്ടുന്ന ശബ്ദം ഉണർന്നാൽ ഇന്ന് പകൽ ഉറപ്പാണ് നിന്റെ വീടിനകത്ത് ചില ചലനങ്ങൾ ഉണ്ടാകാൻ പോകുക. ഇതുവരെ സംഭവിക്കാത്ത ചിലത് സംഭവിക്കാൻ പോകുന്നു. ഇന്നലകൾ അനുഭവിക്കരുതെന്ന് പറഞ്ഞ മണ്ണിട്ട് മൂടിയത് പൊങ്ങി വരാൻ പോകുന്നു. ഇന്ന് പകൽ കിണറെ പൊങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ പൊങ്ങി വന്നതുപോലെ ഹല്ലേലൂയ ഈ മരുഭൂമിയിൽ കുഴികളെ വെട്ടുവീണെന്ന് പറഞ്ഞവൻ അവൻ ഇതിനകത്ത് വെള്ളത്തെ തരാതിരിക്കുമോ? കാറ്റ് കാണുന്നില്ലായിരിക്കാം, അവൻ ഗോൾ കാണുന്നില്ലായിരിക്കാം. സാഹചര്യങ്ങളെ നോക്കി ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വിലയിടരുത്. അവൻ മറിച്ച് സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും പറഞ്ഞവൻ ദൈവമാണെങ്കിൽ അതിനെ നിവർത്തിക്കാൻ ശക്തനാണ്. ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണങ്ങൾ ചില വീടുകളുടെ അകത്തളങ്ങളിൽ സ്വർഗത്തിലെ ദൈവം കൈമാറാൻ പോകുകയാണ്. ശത്രു കാണുക വിരുന്നൊരുക്കുന്ന ദൈവം. ഇതൊരു വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം നിന്റെ വീടിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. ഈ വാഗ്ദത്തം നിന്റെ വീടിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. നീ അനുഭവിക്കരുതെന്ന് പറഞ്ഞ ഇന്നലകളിൽ മറച്ചു വെച്ചത്, നീ പ്രാപിക്കരുതെന്ന് പറഞ്ഞ ഇന്നലകളിൽ തടഞ്ഞു വെച്ചത് ഹല്ലേലൂയ അത് വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് പകൽ വിശ്വസിച്ചാൽ അത് വെളിപ്പെടാൻ പോകുന്നു. കർത്താവിന്റെ ശക്തിയാൽ ദൈവം അത് ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് ശത്രു കാണുകെ നിനക്കൊരു വിരുന്നുണ്ട്. മറന്നു പോകരുത്, ശത്രു കാണുകെ നിനക്കൊരു വിരുന്നുണ്ട്. അപ്പം ആരൊക്കെ എതിർത്താലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിരാശപ്പെടണ്ട. യോബേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഭാരപ്പെടരുത്. ശത്രു കാണുകെ നിനക്കൊരു വിരുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞേക്കാം ഹല്ലേലൂയ ആമേൻ എന്തോ വലിയ പാപം ചെയ്തിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ കൂടെയുള്ളവരെല്ലാവരും കൈവിട്ടേക്കാം. ഹല്ലേലൂയ പക്ഷേ യോബേ ഭാരപ്പെടരുത്, ഭ്രമിക്കരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ നന്നായി അറിയാവുന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ട് ഇന്ന് പകൽ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം തരുവാൻ അവൻ ശക്തനാണ്, അവൻ ശക്തനാണ്. അതുകൊണ്ട് ശത്രു കാണുകെ ഒരു വിരുന്നൊരുക്കുന്ന ദൈവം, ശത്രു കാണുകെ വിരുന്നൊരുക്കുന്ന ദൈവം. അപ്പം നിന്റെ നിന്നെ മാറ്റിക്കൊണ്ട്, നിന്റെ അവൻ പരിഹാസങ്ങളെ മാറ്റിക്കൊണ്ട്, നിന്റെ കണ്ണുനീരുകളെ മാറ്റിക്കൊണ്ട് ദൈവം നിനക്കൊരു വിരുന്നൊരുക്കാൻ പോകുകയാണ്. ദൈവം നിനക്കൊരു വിരുന്നൊരുക്കാൻ പോവുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ദൈവം എനിക്ക്, എന്റെ ഭവനത്തിന് ദൈവം ഒരു വിരുന്നൊരുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ എന്ന വകയിൽ വിശ്വസിക്കുക. നിന്റെ വീടിനകത്ത് കണ്ണുനീരും വിലാപവും യുദ്ധവും അല്ല, നിന്റെ വീടിനകത്ത് ഒരു വിരുന്നൊരുങ്ങാൻ പോകുന്നു. നിന്റെ വീടിനകത്ത് ഒരു വിരുന്നൊരുങ്ങാൻ പോകുന്നു. എപ്പോഴാണ് വിരുന്ന് വെളിപ്പെടുന്നത്? നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുമ്പോൾ. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുമ്പോൾ വീടിനകത്തൊരു നിറവ് വെളിപ്പെടും. ആമേൻ ഹല്ലേലൂയ ആമേൻ. പുതിയ നിയമത്തിനകത്ത് ഒരപ്പന് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ, ഒരുവൻ നഷ്ടപ്പെട്ടു പോയാൽ എവിടെ നഷ്ടപ്പെട്ടു? ആമേൻ മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു. ആമേൻ ഹല്ലേലൂയ
നാട്ടിൽ നഷ്ടപ്പെട്ടു. ആ മകൻ നഷ്ടപ്പെട്ടു പോയപ്പോഴും ഹല്ലേലൂയ, ആ മകൻ നഷ്ടപ്പെട്ട് ദൂരദേശത്തേക്ക് പോയി സകലതും നശിപ്പിച്ച, സകലതും ഒന്നുമല്ലാതാക്കി അവൻ മടങ്ങി വരുമ്പോഴും അവനെ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്, അവനെ കാത്തിരിക്കുന്ന ഒരു ഭവനമുണ്ട്. പ്രിയരെ, അവൻ മടങ്ങി വരുന്ന അന്ന് ആ വീടിനകത്ത് ആമേൻ ഹല്ലേലൂയ ഒരു വിരുന്നാണ്. ആ വീടിന്റെ അകത്തളങ്ങൾ ഒരു വിരുന്നായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ പകൽ വെളിപ്പെടാത്തത്, ഹല്ലേലൂയ, ആമേൻ പ്രഭാതത്തിൽ വെളിപ്പെടാത്തത് മകൻ കയറി വന്നു കഴിഞ്ഞപ്പോൾ, നഷ്ടപ്പെട്ട മകൻ കയറി വന്നു കഴിഞ്ഞപ്പോൾ വിരുന്ന് വെളിപ്പെടുകയാ. ഇന്ന് പകൽ ആമേൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. നഷ്ടപ്പെട്ടത് ആമേൻ തിരികെ പ്രാപിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, ഇതുവരെ പ്രാപിക്കാത്ത ചില നന്മകൾ നിന്റെ വീടിനകത്ത് വെളിപ്പെടുമ്പോൾ അതൊരു വിരുന്നായി മാറാൻ പോകുകയാ. അതൊരു വിരുന്നായി മാറാൻ പോകുക. ദീർഘനാളായി നഷ്ടപ്പെട്ട മകൻ ആമേൻ അവന് സുബോധം ഉണ്ടായിട്ട് മടങ്ങി വരുമ്പോൾ ഇനി ആ വീടിന്റെ അവസ്ഥ കണ്ണുനീരല്ല, ഇനി ആ വീടിന്റെ അവസ്ഥ ഒറ്റപ്പെടലുകളല്ല, ഇനി ആ വീടിന്റെ അവസ്ഥ ഭാരങ്ങളല്ല, മറിച്ച് ഇനിയും ആ വീടിന്റെ അവസ്ഥ ഒരു വിരുന്നിന്റെ അവസ്ഥയാണ്, ഒരു വിരുന്നിന്റെ അനുഭവമാണ്. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. നഷ്ടപ്പെട്ടത് മടങ്ങി വരാൻ പോകുന്നു. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടത് മടങ്ങി വരാൻ പോകുന്നു. ഇല്ലാത്തത് ഉള്ളതുപോലെ ഉളവായി വരാൻ പോകുന്നു. ആമേൻ. ശത്രു മറച്ചു വെച്ചത്, ശത്രു തടഞ്ഞത്, തടസ്സങ്ങൾ പൊട്ടി നിന്റെ വീടിനകത്ത്, നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. ഒരു വിരുന്നിനായി റെഡിയായിക്കൊള്ളുക. ദൈവം ഒരു വിരുന്നൊരുക്കാൻ വേണ്ടി പോകും. ഒന്നാമത്തെ പദം ശത്രു കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കും. അടുത്ത പദം എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവം. ഇതിനാണ് തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ തല കുനിയപ്പെടാതെ ഇരിപ്പാൻ, മറ്റുള്ളവരുടെ ചോദ്യത്തിന് മുമ്പിൽ നിന്റെ തല കുനിയാതിരിപ്പാൻ, നിന്റെ തലമേൽ ലജ്ജ മൂടാതെ ഇരിപ്പാൻ, നിന്റെ തലമേൽ അപമാനം മൂടാതെ ഇരിപ്പാൻ നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവം. ഒന്ന്, നിനക്കൊരു വിരുന്നുണ്ട്. രണ്ട്, നിനക്കൊരു അഭിഷേകമുണ്ട്. മൂന്ന്, നിനക്കൊരു നിറവുണ്ട്. ഹല്ലേലൂയ. അപ്പൊ രണ്ട്, നിനക്കൊരു അഭിഷേകമുണ്ട്. അതെങ്ങനെയാണ്? തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുക. തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുക. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാൻ പോകുക. തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാൻ പോകുക. ഇതുവരെ കരയാൻ വേണ്ടി തല കുനിച്ചെങ്കിൽ, ഇതുവരെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തല കുനിയപ്പെട്ടെങ്കിൽ, ഹല്ലേലൂയ, ജീവിതത്തിൽ ഒന്നും നിവൃത്തിയാകാതിരിക്കുമ്പോൾ പലരുടെയും മുമ്പിൽ തല കുനിയപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, തല കുനിയപ്പെട്ട നിന്റെ തലയുടെ മേൽ ഒരു അഭിഷേകം വീഴാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. കരയുവാൻ വേണ്ടി, ആമേൻ, ചോദ്യത്തിന് ഉത്തരവില്ലാത്ത വിധത്തിൽ തല കുനിയപ്പെട്ട മേഖലകളിൽ ആമേൻ ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെടാൻ പോകുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ മറന്നു പോകരുത്. നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. യേശുവിന്റെ തലയിൽ മുൾക്കിരീടം മെടഞ്ഞുണ്ടാക്കി കൊല്ലുകൊണ്ടടിച്ചു കയറ്റി അവന്റെ തല, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അവർ തകർത്ത് കളഞ്ഞു. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണികളുടെ മേൽ ആമേൻ സ്വന്തം ചുമലിൽ ശിരസ് ചായിച്ചുകൊണ്ട് അവൻ പ്രാണനെ വിടുന്നു. കണ്ടോ? ആമേൻ തകർക്കപ്പെട്ടവൻ, ഹല്ലേലൂയ, ആമേൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് അവിടെ തകർക്കപ്പെടുമ്പോൾ അവനിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്ത ആ ദൈവമക്കൾ എന്ന പദവിയിൽ ഇനിയും നിങ്ങൾ, ഹല്ലേലൂയ, തലകുനിയപ്പെട്ടവരല്ല, ഇനിയും നിങ്ങൾ പരാജയപ്പെട്ടവരല്ല, ഇനിയും നിങ്ങൾ എല്ലാം അവൻ നഷ്ടപ്പെട്ടവരല്ല, മറിച്ച് നിങ്ങളുടെ തലമേൽ എണ്ണ കൊണ്ടൊരു അഭിഷേകം വെളിപ്പെടാൻ പോകുക. അവൻ എണ്ണ കൊണ്ട് നിങ്ങളുടെ തലമേൽ അഭിഷേകം ചെയ്യും. എന്റെ തല എണ്ണ കൊണ്ട്, ഹല്ലേലൂയ, അഭിഷേകം ചെയ്യുന്നു. ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ ദിവസങ്ങളിൽ നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റുന്ന വിധത്തിൽ ഒരു അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കപ്പെടാൻ പോകുക. നിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്ന വിധത്തിൽ ഒരു അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കപ്പെടാൻ പോകുക. യേശു ക്രിസ്തുവിനെ 3.5 വർഷക്കാലത്തെ തന്റെ പരസ്യ ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ പ്രേരിപ്പിച്ച അഭിഷേകം, ഹല്ലേലൂയ, അവൻ പത്രോസിനെയും യോഹന്നാനെയും തന്റെ ശിഷ്യന്മാരെ
എല്ലാവരെയും ശക്തമായി ദൈവം ഉപയോഗിച്ചതിന്റെ പുറകിൽ അഭിഷേകമാണ്. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ നിറവിൽ നടക്കാത്തത് നടക്കും. അഭിഷേകത്തിന്റെ നിറവിൽ ലോകത്തിന് പറ്റാത്തത് അഭിഷേകത്തിന് കഴിയും. ഹല്ലേലൂയ. ലോകം അസാധ്യമെന്ന് പറയുന്നിടത്ത് അഭിഷേകം സാധ്യമാക്കി തരും. ഇന്ന് പകൽ നിന്റെ തലമേൽ അഭിഷേകം ചലിക്കാൻ തുടങ്ങിയാൽ നീ ചെല്ലുന്നിടത്ത് അഭിഷേകത്തിന്റെ പകർച്ച വെളിപ്പെടും. നീ ചെല്ലുന്നിടത്ത് അഭിഷേകം വ്യാപരിക്കപ്പെടും. നിന്റെ വീടിനകത്ത് അഭിഷേകം വ്യാപരിക്കപ്പെടും. നീ തൊടുന്നവരുടെ മേൽ അഭിഷേകം വ്യാപരിക്കപ്പെടും. ഹല്ലേലൂയ. നീ നടക്കുമ്പോൾ നിന്റെ നിഴലിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കപ്പെടും. ദൈവ അപ്പോസ്തലൻ ഹല്ലേലൂയ അവന്റെ നിഴലിന്റെ മേൽ വ്യാപരിച്ചു ദൈവശക്തിയാൽ. ഹല്ലേലൂയ. അനേകർ വിടുവിക്കപ്പെടുകയാ. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യൻ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റതുപോലെ. എന്താ കാരണം? അഭിഷേകത്തിന്റെ ശക്തിയാണ്. അഭിഷേകത്തിന്റെ ശക്തിയാണ്. ആമേൻ. ഹല്ലേലൂയ. കൂടെയുള്ളവരാരും വിറക് പെറുക്കിയപ്പോൾ കാണാത്തതൊന്ന്. ആമേൻ. ഹല്ലേലൂയ. നിയോഗമുള്ളവന്റെ വിറകിനകത്ത് കയറിയപ്പോൾ അത് കടിച്ചു ഞാന്ന് കയ്യിൽ തൂങ്ങിക്കിടന്നപ്പോൾ അതിനെ ആമേൻ സ്തോത്രം കത്തുന്നത് ഈക്കകത്തേക്ക് കുടഞ്ഞു കളഞ്ഞപ്പോൾ മറ്റുള്ളവർ ഇപ്പോൾ ശാപമെന്ന് കാണുവാൻ നോക്കി നിന്നവരുടെ മധ്യത്തിൽ അവൻ ചത്തില്ല. മറിച്ച് അവർ പറയുന്ന ഒരു കാര്യം, മനുഷ്യനാണെങ്കിൽ ഇവൻ ചത്തേനെ, മറിച്ച് ഹല്ലേലൂയ ഇവനൊരു ദേവനാണ്, ഇവനൊരു ദൈവമാണ്. എന്തോ ഇവന്റെ മേൽ സംതിങ് സ്പെഷ്യൽ ഇവന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. അഭിഷേകത്തിന്റെ ശക്തി ഇവന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ മറന്നു പോകരുത്. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെട്ടാൽ അടിമത്തങ്ങൾ പൊളിയും, അടിമച്ചങ്ങലകൾ അഴിയപ്പെടും, രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടും, ശാപങ്ങൾ ഉടയപ്പെടും, ദൈവശക്തി വ്യാപരിക്കപ്പെടും. അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വ്യാപരിക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ വഴിയാത്ര മധ്യേ കള്ളന്മാരാൽ അവൻ ആക്രമിക്കപ്പെട്ട അവന്റെ ശരീരം മുഴുവനും ഹല്ലേലൂയ മുറിവേറ്റവനായി കിടക്കുമ്പോഴും അവൻ പലരും കടന്നുപോയി എല്ലാവരും മുഖം തിരിച്ചു മാറിപ്പോകുമ്പോഴും ഹല്ലേലൂയ ഒരു നല്ല ശമരിയക്കാരൻ അവന്റെ അടുക്കൽ എത്തുകയാ. വീഞ്ഞും എണ്ണയും പകർന്ന അവന്റെ മുറിവിനെ വെച്ചു കെട്ടുകയാ. അത് അഭിഷേകത്തിന്റെ അടുത്തൊരു ഫലമാണ്. മുറിവിനെ വ്രണപ്പെടുത്തുന്നവൻ അല്ല അഭിഷക്തൻ, മുറിവിനെ വെച്ചു കെട്ടുന്നവനാണ് അഭിഷക്തൻ. ഹല്ലേലൂയ. നിന്റെ അഭിഷേകം ഹല്ലേലൂയ മുറിവിനെ വ്രണപ്പെടുത്തുന്നതാകരുത്, മുറിവിനെ വെച്ചു കെട്ടുന്നതാകണം. ഹല്ലേലൂയ. രോഗിക്ക് സൗഖ്യമായി മാത്രമല്ല അഭിഷേകം വ്യാപരിക്കുന്നത്, മരിച്ചവനെ ഉയർപ്പിക്കുക മാത്രമല്ല അഭിഷേകം വ്യാപരിക്കുന്നത്. ഹൃദയം തകർന്നവരെ, മനസ്സ് തകർന്നവരെ ഹല്ലേലൂയ പുകയുന്ന തിരികെ കെടുത്തിക്കളയാത്തത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്താണ് പുകയുന്ന തിരികെ കെടുത്തിക്കളയാത്തത്? ആമേൻ. ചതഞ്ഞ് ഓടെ ഒടിച്ചു കളയാത്തത് അത് അഭിഷേകത്തിന്റെ കരുത്താണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? അനേകർ നിങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ തകർന്നു പോകാത്തതിന്റെ കാരണം ദൈവകരം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടത് കൊണ്ട് അനേകർ ശത്രു പറ്റിക്കളയാൻ നോക്കിയിട്ട് പത്രോസേ നീ തകർന്നു പോകാഞ്ഞതിന്റെ കാരണം, ഞാൻ അനുവാദം കൊടുക്കാഞ്ഞതിന്റെ കാരണം എന്റെ കരം നിന്നോടുകൂടി ഉള്ളത് കൊണ്ട് ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ചില അടിമത്തങ്ങളെ പൊളിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി പാരമ്പര്യ ശക്തികളെ അഴിക്കുന്നതാണ്. ആമേൻ. പാരമ്പര്യമായി കൈമാറി വന്ന ശാപങ്ങളെ അഴിക്കുന്ന ഒരു ദൈവശക്തി. ഹല്ലേലൂയ. അതുകൊണ്ട് ശത്രു കാണെ വിരുന്നൊരുക്കുന്ന ദൈവം ഒന്ന് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല, രണ്ട് നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. നിന്റെ തല കുരിയപ്പെടാനുള്ളതല്ല, നിന്റെ തല അഭിഷേകത്തെ വഹിക്കാനുള്ളതാണ്. നിന്റെ തല ആമേൻ പരാജിതനായി നിൽക്കാനുള്ളതല്ല. കാട്ടുപോത്തുക്കളുടെ നടുവിൽ ആമേൻ നിന്റെ തല ഉയർത്തപ്പെടാനുള്ളതാണ്. ആമേൻ. അഭിഷേകം ചെയ്യപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ചിലരുടെ ശിരസിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം അനുഭവിക്കാൻ പോകുകയാ. ആമേൻ. നിന്നെ വലിയവനാക്കുന്ന, നിന്നെ വലിയവനാക്കി മാറ്റുന്ന, നിന്റെ അവസ്ഥകൾക്ക് മാറ്റം തരുന്ന ഒരു അഭിഷേകത്തിന്റെ നിറവ് ദൈവം ചിലതിന്റെ മേൽ പകരപ്പെടാൻ പോകുകയാ. അവസ്ഥകളെ മാറ്റുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിധിയില്ലാതെ, പരിമിതികളില്ലാതെ നിന്നെ ഉയർത്തുന്ന അഭിഷേകത്തിന്റെ ശക്തി മറന്നു പോകരുത്. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? അതേ. ഹല്ലേലൂയ. നിന്റെ തലമേൽ അപമാനത്തിന്റെ കൂമ്പാരമല്ല, നിന്റെ തലമേൽ മടിയുടെ കൂമ്പാരമല്ല, നിന്റെ തലയുടെ മേൽ ഉദാസീനതയുടെ കൂമ്പാരമല്ല, ശാപത്തിന്റെ കൂമ്പാരമല്ല. എന്റെ തലയെ അവൻ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്തു. ഇതിനാണ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. ഒരു തലമുറയെ പുറത്തെടുക്കാൻ, ഒരു സൈന്യത്തെ പുറത്തെടുക്കുവാൻ
പ്രവാചകനെ അസ്ഥി താഴ്വരയിൽ കൊണ്ടു നിർത്തി പ്രവാചകനോട് ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ പറയുന്ന മറുപടി, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് എനിക്കറിയില്ല, അങ്ങ് അറിയുന്നു. പ്രവാചകനോട് ദൈവം പറയുന്നു, അസ്ഥിയെ നോക്കി പ്രവചിക്കുക. അസ്ഥിയെ നോക്കി പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ കാറ്റടിച്ചു. അസ്ഥിയോടും പച്ചമാംസം വെച്ച് വെടിപ്പിച്ചതുപോലെ അവൻ ശരീരത്തിന്റെ മേൽ വെളിപ്പെട്ടു, രക്തയോട്ടം വെളിപ്പെട്ടു, ഒരു സൈന്യമായി പുറത്തു വന്നു. ഇതാണ് അഭിഷേകത്തിന്റെ ശക്തി. ഹല്ലേലൂയ. എല്ലാം തീരുന്നിടത്തു നിന്നും അവൻ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പുത്തൻ വാതിലുകളെ തുറക്കുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത്. യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ അഭിഷേകത്തിന്റെ ചലനങ്ങൾ വെളിപ്പെട്ടു. തന്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ അഭിഷേകത്തിന്റെ ചലനം വെളിപ്പെട്ടു. ആമേൻ. 12-ാമത്തെ വയസ്സിൽ ആലയത്തിനകത്ത് ചെന്നു വേദപുസ്തകം എടുത്ത് വായിച്ചു. യെശയ്യാ 61:1 എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അപ്പൊ യഹോവയെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്നും ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ടു എന്നും പറഞ്ഞ് അവിടെ കൊണ്ട് നിർത്തിയില്ല. എന്തിനാണ് ഞാൻ വന്നത്? ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാൻ, തടവുകാർക്ക് വിടുതൽ കൊടുക്കാൻ, ബദ്ധന്മാരോട് സ്വാതന്ത്ര്യം അറിയിപ്പാനാണ് ഞാൻ വന്നത്. അവിടെ നിർത്തി. ഹല്ലേലൂയ. ഞാൻ വന്നതിന്റെ ഉദ്ദേശം ഇതാണ് എന്ന് പറഞ്ഞ് നിർത്തി. ആമേൻ. എന്നാൽ ആമേൻ 30-ാമത്തെ വയസ്സിൽ തന്റെ ശുശ്രൂഷ നിർത്തിയിടത്തു നിന്നും ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ് നിർത്തിയെങ്കിൽ ഇവിടെ ചെയ്തു തുടങ്ങുക. അവിടെ പറഞ്ഞു നിർത്തിയപ്പോൾ 30-ാമത്തെ വയസ്സിൽ അത് ചെയ്തു തുടങ്ങുക. അതുകൊണ്ട് ഇന്ന് പകൽ മറന്നു പോകരുത്. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടണമെങ്കിൽ, തടവുകാർക്ക് വിടുതൽ കൊടുക്കണമെങ്കിൽ, വൃദ്ധന്മാരോട് സ്വാതന്ത്ര്യം അറിയിക്കണമെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തി ഇല്ലാതെ കഴിയത്തില്ല. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം വാക്യത്തിൽ പറയുന്നു, യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത് ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട്, കണ്ടോ, പരിശുദ്ധാത്മാവ് കൊണ്ട് ശക്തി കൊണ്ട് ദൈവം അഭിഷേകം ചെയ്തു. ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു. 1, അഭിഷേകമുണ്ടെങ്കിൽ നന്മ ചെയ്യും. 2, പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ടും അവൻ സഞ്ചരിച്ചു. രോഗികളുടെ രോഗക്കെട്ടുകളെ അഴിച്ച്, ബന്ധനങ്ങളെ അഴിച്ച്, അടിമത്വങ്ങളെ പൊളിച്ച്, പൈശാചിക വ്യാപാരങ്ങളെ അഴിച്ച്, മരണത്തിന്റെ ദുർഭൂതമണ്ഡലങ്ങളെ അഴിച്ച്, അവൻ മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലും ജയം പ്രാപിച്ച് കരുത്തനായ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമായ ആ കർത്താവിന്റെ ആമേൻ ആരാധിപ്പാൻ കൃപ ലഭിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുക, നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. 1, അവൻ എണ്ണ കൊണ്ടുള്ള അഭിഷേകം. 2, ആനന്ദ തൈലത്തിന്റെ അഭിഷേകം. അവൻ നിരാശകളെ എടുത്തു കളയുന്ന ഒരാനന്ദത്തിന്റെ അഭിഷേകം, വേദനകളെ എടുത്തു മാറ്റുന്ന ഒരാനന്ദത്തിന്റെ അഭിഷേകം, ആമൻ പിറുപിറുപ്പുകളെ മാറ്റുന്ന ഒരാനന്ദത്തിന്റെ അഭിഷേകം, ഹൃദയത്തിനകത്തുള്ള വേദനകളെ വെച്ചു കെട്ടുന്ന ഒരാനന്ദത്തിന്റെ അഭിഷേകം. ഇത് കരച്ചിലിന്റെ ദിനങ്ങളല്ല, ഇത് വിലാപത്തിന്റെ ദിനങ്ങളല്ല, ഇത് ആനന്ദത്തിന്റെ ദിനങ്ങളാണ്. ഹല്ലേലൂയ. ഇത് അവൻ കരയേണ്ട ദിവസങ്ങളല്ല, ഇത് നിലവിളിക്കേണ്ട ദിവസങ്ങളല്ല, ഇത് ക്രിസ്തുവിൽ സന്തോഷിക്കേണ്ട ദിനങ്ങളാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പിന്നെയും അത് നിങ്ങൾക്ക് എഴുതുന്നതിൽ എനിക്ക് മടിയില്ല. എന്താണ്? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. അതാണ് നിങ്ങളുടെ ബലം. ദൈവത്തിലുള്ള സന്തോഷമാണ് നിങ്ങളുടെ ശരീരങ്ങളുടെ ആരോഗ്യം. ദൈവത്തിലുള്ള സന്തോഷമാണ് നിങ്ങളുടെ ശരീരങ്ങളുടെ ബലം. അതുകൊണ്ട് ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ നാം തയ്യാറാകുമ്പോഴാണ് വലിയ വിടുതലുകൾ ഉണ്ടാകുന്നത്. അപ്പം ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവകരമുണ്ട്. ഹല്ലേലൂയ. കൂട്ടുകാരിൽ പരമായി, കളിയാക്കിയവരിൽ പരമായി, നിന്ദിച്ചവരിൽ പരമായി, എന്താകുമെന്ന് നോക്കി നിന്നവരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുക. നിന്റെ ഭാവി എന്താകുമെന്ന് ചോദിച്ചവരുടെ നടുവിൽ നിന്റെ ഭാവി ആനന്ദത്തിന്റെ ആമൻ പരിപൂർണത വെളിപ്പെടാൻ പോകുന്നു. നിന്റെ വീട് എന്താകുമെന്ന് ചോദിച്ചവരുടെ നടുവിൽ നിന്റെ വീടിനകത്ത് ആനന്ദത്തിന്റെ പരിപൂർണത വെളിപ്പെടാൻ പോകുന്നു. ആമൻ. നിന്റെ തലമുറകൾ എന്താ എന്ന് ചോദിച്ചെടുത്ത് നിന്റെ തലമുറകളുടെ മേൽ ആനന്ദത്തിന്റെ പരിപൂർണത വെളിപ്പെടാൻ പോകുന്നു. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ചലിക്കുന്നു. ഹല്ലേലൂയ. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട്
അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവം. യോഹന്നാന്റെ ലേഖനം 2-27 വാക്യത്തിൽ പറയുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരുന്നു. അവനാൽ പ്രാപിച്ചത് നിങ്ങളുടെ മേൽ വസിക്കുന്നു. എന്ത് അഭിഷേകം? ആ അഭിഷേകമാണ് നിങ്ങളെ സത്യത്തിൽ വഴി നടത്തുന്നത്. ഹല്ലേലൂയ. ആ അഭിഷേകത്തിന്റെ ശക്തിയാലാണ് ദൈവം നിങ്ങളെ മുൻപോട്ട് വഴി നടത്തുന്നത്. അപ്പൊ അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ മേൽ വസിക്കുന്നു. ഇന്ന് പകൽ മറന്നു പോകരുത് പ്രിയരെ. ഹല്ലേലൂയ. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം, നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം. തല കുനിക്കാനുള്ളതല്ല, തല ഭാരം ചുമക്കാനുള്ളതല്ല, ശാപങ്ങളെ ചുമക്കാനുള്ളതല്ല, തല അഭിഷേകത്തെ വഹിക്കാനുള്ളതാണ്. ആ ശിരസിൽ നിന്നും താഴേക്ക് ആ അഭിഷേകത്തിന്റെ നദി ഒഴുകി തുടങ്ങട്ടെ. അത് നിന്റെ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക്, അത് നിന്റെ ഇന്ദ്രിയങ്ങളിലേക്ക്, അത് നിന്റെ കൈകളിലേക്ക്, കാലുകളിലേക്ക് അഭിഷേകത്തിന്റെ നദി ഒഴുകി തുടങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവിക അഭിഷേകം അവൻ നിനക്ക് വേണ്ടി സ്വർഗം മാറ്റിവെച്ചിട്ടുണ്ട്. അവൻ എണ്ണ കൊണ്ടുള്ള അഭിഷേകം, 2 ആനന്ദതൈലം കൊണ്ടുള്ള അഭിഷേകം. അവ തകർന്നിരിക്കുന്ന നിന്റെ മനസ്സിന് വേണ്ടത് ആനന്ദതൈലത്തിന്റെ അഭിഷേകമാണ്. നിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം പകരാൻ പോകുക. 3-ാമത്തെ പദം പറഞ്ഞിട്ട് നിർത്താൻ ആഗ്രഹിക്കുക. 3-ാമത്തെ പദം ആമേൻ. 1 വിരുന്നൊരുക്കുന്ന ദൈവം, 2 ആമേൻ സ്തോത്രം ഹല്ലേലൂയ അഭിഷേകം ചെയ്യുന്ന ദൈവം, 3 നിറയ്ക്കുന്ന ദൈവം. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ഹല്ലേലൂയ. ആമേൻ. മുകളിൽ പറഞ്ഞ 2 കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ 3-ാമത്തെ ഈ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. പാനപാത്രം നിറഞ്ഞു കവിയും. എന്താണ്? ഒരു വിരുന്ന് റെഡിയായാൽ ഒരഭിഷേകം തയ്യാറാണ്. ഒരഭിഷേകം റെഡിയായാൽ ഒരു നിറവിന് റെഡിയായിക്കൊള്ളും. അഭിഷേകത്തിന് മാത്രമേ നിന്റെ ശൂന്യതകളെ പരിഹരിക്കാൻ പറ്റൂ. അഭിഷേകത്തിന് മാത്രമേ നിന്റെ ശൂന്യതകളുടെ മേൽ നിറവ് പകരാൻ പറ്റൂ. അതുകൊണ്ടാണ് ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, ആമേൻ ഹല്ലേലൂയ, ആമേൻ, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്തോടെ അതിലൊന്നും കൂടുന്നില്ലെന്ന് പറയുന്നു. അപ്പം യഹോവയുടെ നിറവിനാൽ മാത്രമേ നിറവ് വെളിപ്പെടത്തുള്ളൂ. ആത്മാവിലുള്ള നിറവ്, ഭൗതിക തലങ്ങളിലുള്ള നിറവ്, ശാരീരിക തലങ്ങളിലുള്ള നിറവ്, മാനസിക തലങ്ങളിലുള്ള നിറവ് നിറവായി പരിപൂർണമായി പൂർത്തിയാക്കപ്പെടണമെങ്കിൽ ആമേൻ ഹല്ലേലൂയ വിരുന്ന് നടന്നിരിക്കണം, അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കണം. അപ്പോൾ നിറവ് സംഭവിക്കും. ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. പ്രവാചകനായ ശമൂവേൽ തൈലക്കുംഭം എടുത്തുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ വരികയാണ്. ആമേൻ അഭിഷേകം ചെയ്യാൻ വേണ്ടി തൈലക്കൊമ്പ് എടുത്തുകൊണ്ട് വരുമ്പോഴും ആമേൻ ഹല്ലേലൂയ ആമേൻ ദാവീദിന്റെ മക്കളെ എല്ലാവരെയും ആമേൻ അഭിഷേകം ചെയ്യാൻ വേണ്ടി വന്നു നിൽക്കുമ്പോഴും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അഭിഷേകം ചെയ്യപ്പെടുവാൻ ആമേൻ ഓരോരുത്തരായി മാറുമ്പോഴും തൈലക്കൊമ്പ് ആമേൻ പ്രവാചകനോട് പറയാ, ഇതല്ല 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 എന്ന് പറയുമ്പോഴും ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാ. ആമേൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവസാനം മുഴുവനെ കാണുകയാ, ദാവീദിനെ കാണുകയാ. ആ ദാവീദിന്റെ മുകളിലേക്ക് ആമേൻ ആ തൈലക്കൊമ്പ് ചൊരിഞ്ഞൊഴിക്കുക. കണ്ടോ, ഭവനത്തിന് വേണ്ടാത്തവൻ കാട്ടിൽ കിടക്കുന്നവനെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവന്റെ തലമേൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. അഭിഷേകത്തിന് തെറ്റുപറ്റാറില്ല, അഭിഷേകത്തിന് തെറ്റുപറ്റാറില്ല, അഭിഷേകത്തിന് തെറ്റുപറ്റാറില്ല. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൻ വിളിച്ചു നിർത്തിയത് മിടുക്കന്മാരെ ആണെങ്കിൽ അഭിഷേകത്തിന് തെറ്റുപറ്റാറില്ല. അഭിഷേകം ആരുടെ മേൽ വെളിപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് ഭൂമിയിലുള്ളവരല്ല, അഭിഷേകം ആരുടെ മേൽ പകരണമെന്ന് തീരുമാനിക്കുന്നത് ഉടയവനാണ്. ആമേൻ. ഉടയവന്റെ സമ്മതമില്ലാതെ ആരുടെ മേലും അഭിഷേകം ചൊരിയപ്പെടാറില്ല. ആമേൻ. മക്കളെ ഓരോന്നോരോന്നായി കഴിവുള്ളവരെ ആമേൻ തടിമിടുക്കന്മാരെ അവൻ ആരുടെ മേലും ദൈവപ്രസാദം ഉണ്ടായില്ല, ആരുടെ മേലും അഭിഷേകത്തിന്റെ തൈലം വീണില്ല. ആമൻ കാട്ടിൽ കിടക്കുന്നവനെ, ആർക്കും വേണ്ടാത്തവനെ വിളിച്ചു വരുത്തി ദൂരെ നിന്ന് കണ്ടപ്പോഴേ ആമൻ തൈലക്കൊമ്പ് ജലിക്കാൻ തുടങ്ങി. എന്താ? അവന്റെ മേലാണ് എനിക്ക് പകരപ്പെടേണ്ടത്. അതെ, അഭിഷേകത്തിന് തെറ്റുപറ്റാറില്ല. ഇന്ന് പകൽക്കാലം എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം, ആനന്ദ തൈലത്താൽ നിന്നെ അഭിഷേകം ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് മറന്നു പോകരുത്, അഭിഷേകത്തിന്റെ ശക്തിയാൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കും. എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു.
ശൂന്യമാക്കപ്പെട്ട ഏതൊക്കെയോ പടകുകൾ നിറയാൻ പോകുകയാണ്. അവിടെ ഒരുപാട് പടകുകൾ ഉണ്ടെങ്കിലും ശൂന്യതയുള്ള ശീമോന്റെ പടകിൽ മാത്രം കർത്താവ് കയറുക മാത്രമല്ല, പ്രസംഗിക്കുക മാത്രമല്ല, ആ പടകിനകത്ത് വ്യാപരിച്ച സകല ശൂന്യതകളെ പടിയിറക്കി വിട്ടുകൊണ്ട് അതിനകത്തേക്ക് ഒരു ആത്മാവിന്റെ നിറവിനെ കൈമാറുകയാണ്, ഒരു വർധനവിനെ കൈമാറുകയാണ്. അഭിഷേകം ആമേൻ സ്ഥിതികളെ മാറ്റുന്നതാണ്. അഭിഷേകം ശൂന്യതകളെ പൊളിച്ചടുക്കുന്നതാണ്. ഹല്ലേലൂയ. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കുന്നതാണ് അഭിഷേകം. സ്ഥലം പോരാതെ വരുവോളം നിന്റെ പടകിന്റെ ശൂന്യതകളെ മാറ്റുന്നതാണ് ദൈവത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശൂന്യതകളെ മാറ്റുന്നതാണ് അഭിഷേകം. കർത്താവിന്റെ നിറവിനാൽ അവൻ നിറയ്ക്കുന്നതാണ്, നിറവുണ്ടാകുന്നതാണ് ദൈവത്തിന്റെ. അപ്പൊ ഒന്ന്, അവൻ വിരുന്നൊരുക്കുന്ന ദൈവം. രണ്ട്, അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവം. മൂന്ന്, അവൻ സ്തോത്രം നിറവിലേക്ക് കൊണ്ട് നയിക്കുന്ന ഒരു ദൈവം. അപ്പൊ ഒന്ന്, നിനക്കൊരു വിരുന്നുണ്ട്. രണ്ട്, നിനക്കൊരു അഭിഷേകമുണ്ട്. മൂന്ന്, നിനക്കൊരു നിറവുണ്ട്. വിരുന്നുണ്ട്, അഭിഷേകമുണ്ട്, നിറവുണ്ട്. നിറവിൽ ആമേൻ. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, സകലത്തെയും നിറയ്ക്കുന്ന ദൈവത്തിന്റെ നിറവ്. സകലത്തെയും നിറയ്ക്കുന്ന ദൈവത്തിന്റെ നിറവ് എന്ന് പറയാൻ കാരണം, അതുകൊണ്ട് സകലത്തെയും നിറയ്ക്കുന്ന ദൈവത്തിന്റെ നിറവ് വെളിപ്പെട്ടു വരും. സകലത്തെയും നിറയ്ക്കുന്ന ദൈവത്തിന്റെ നിറവ്. എവിടെയാണോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ശൂന്യതകൾ അനുഭവിക്കുന്നത്, അവിടെ തന്നെ നിങ്ങൾക്കൊരു നിറവുണ്ട്. അതെ, അവിടെ തന്നെ നിങ്ങൾക്കൊരു നിറവുണ്ട്. അതെ, അവിടെ തന്നെ നിങ്ങൾ നിറയപ്പെടാൻ പോകുകയാണ്. എവിടെയാണോ പിശാച് നിങ്ങളെ, ശത്രു നിങ്ങളെ ഞെരുക്കിയത്, അതെ, അവിടെ തന്നെ നിങ്ങൾ നിറയപ്പെടാൻ പോകുകയാണ്.